പിന്നെ ഭരതൻ ശ്രീരാമചന്ദ്രനോടിങ്ങനെ ചൊല്ലി സംപ്രീതിയാലേ സാകേതപുരിയിലേക്ക് എഴുന്നള്ളി വേഗേന ഭൂപാലനായി വസിക്ക വേണം ഭവാൻ. ജ്യേഷ്ഠ സഹോദരനാകും നീ തന്നെ ശ്രേഷ്ഠമാം രാജ്യം പാലിക്ക വേണം. താതന്റെ പിൻഗാമിയായി നീ തന്നെ താതൻ തൻ കീർത്തി പരത്തിയിടേണം. ഇത്തം ഭരതന്റെ വാക്യം ശപിച്ച് ഉൾപ്രീതി പൂണ്ടങ്ങരുൾ ചെയ്തു രാമൻ. മമ താതൻ തൻ വാഞ്ചിതം സാധിപ്പിക്കാനായി കാനനം പൂകി ഞാൻ സോദരാ നിർണയം. തായകളൊത്തു നീ സാകേതം പൂകി ബാഹുജധർമ്മം പാലിക്ക വേണം. വ്യോമവും ഭൂമിയും കീർത്തിക്കും നിന്നെ ഖേദം കളഞ്ഞ് നീ ജീവിക്ക സന്തതം. പിന്നെയും ഖേദേന നിന്ന ഭരതന്റെ ഖിന്നത മാറ്റുവാനായി രഘുത്തമൻ അർത്ഥിച്ചു ദേശികനോടായി ഇങ്ങനെ വ്യക്തമാക്കേണം നീ മൽനിയോഗം. അപ്പോൾ വസിഷ്ഠൻ ചൊന്നു ഭരതനോ ഇത്തം നൃപാത്മജ കേൾക്കാമടിയാതെ. കേവലം മാനുഷനല്ല നിൻ സോദരൻ ലോകസാരംഗനാം നാരായണൻ പരൻ. പത്മസംഭവൻ തന്നർത്ഥന കേട്ട് പങ്ക്തിമുഖനെ കൊല്ലുവാനായി പൃഥ്വിതലത്തിൽ അർക്കകുലത്തിൽ പിറന്നിതേ രാമൻ നിൻ പൂർവജനായി. ലോകജനനി ജാനകിയായും കഗോദരം ലക്ഷ്മണനായും ശംഖുചക്രങ്ങൾ ഭരതശത്രുഘ്നരുമായി പിറന്നിതേ മന്നിടം തന്നിൽ. കാനനം തന്നിൽ ദേവകാര്യാർത്ഥം ആഗമിച്ച രാമനെ പിന്തിരിപ്പിക്കാതെ നിന്തായമാരൊത്തു സാകേതം പൂകി രാജരാജനായി മരുവുക സാമ്പ്രതം. ഇത്തം വസിഷ്ഠവാക്യം കേട്ട് ഭരതൻ അത്യന്തം വിസ്മയം പൂണ്ടു നിന്നുകൊണ്ട് തന്നഗ്രജൻ തന്നുട പൊൽത്താരടികളിൽ ഭക്തിയാ വണങ്ങി ദ്വയപാദുകം വാങ്ങി. തന്നഗ്രജൻ തന്നുട പാദുക പത്മങ്ങൾ തന്നുത്തമാംഗം തന്നിൽ വെച്ചിട്ട് ഭക്തിയാൽ ഉത്തമന്മാരായ പൗരന്മാരോടൊത്ത് ദുഃഖമകറ്റി തിരികെ ഗമിച്ചു. പിന്നെ ഭരതൻ സൗമിത്രി ശത്രുഘ്നോടൊന്നിച്ച് താപസവേഷം ധരിച്ച് സിംഹാസനേ പാദപത്മങ്ങൾ വെച്ച് പൂജിച്ചു രാജ്യപാലനം ചെയ്തു. മിത്രങ്ങളായവർ തങ്ങൾ തൻ സവിധത്തിൽ എത്താതിരിക്കാനായി രാമനും മറ്റും ചിത്രകൂടാദ്രിയിൽ നിന്നും ഗമിച്ചാൻ എത്രയും വേഗേന ദണ്ഡകാരണ്യം പൂകാൻ. പദ്ധതി മധ്യേ അത്യാശ്രമം തന്നിൽ എത്തി മഹർഷിയെ വന്ദിച്ച ശേഷം തൃപ്തനായ മുനി തുഷ്ടി പൂണ്ടങ്ങ് മൃഷ്ടാന്ന ഭോജനമാവോളമേകി. വൃദ്ധ തപസ്വിനി മാമുനി പത്നിയെ എത്രയും ക്ഷിപ്രം വണങ്ങി ഭൗമി വസ്ത്രങ്ങളും പുഷ്പമാല്യങ്ങളും മറ്റു എത്രയും സൽക്കാരമേറ്റുവാങ്ങി. മഹാരണ്യപ്രവേശം. പിറ്റേന്ന് പ്രത്യുഷകാലേയുണർന്ന് ദക്ഷിണ സൽപദം താണ്ടുവാനായി അത്രിമുനികൾ തൻ ശിഷ്യരൊന്നിച്ച് വെക്കം ഗമിച്ചേറെ ദൂരം താണ്ടിയവർ. പദ്ധതി മധ്യേ കണ്ട തടിനിയിൽ ശ്രദ്ധയാൽ വഞ്ചിയിറക്കി മുനി ശിഷ്യർ ശുഷ്കാന്തിയോടെ വിഭുത ശ്രേഷ്ഠരെ വെക്കം മറുകര എത്തിച്ചു ശേഷം ആമിഷ ഭോജിയാം വ്യാളവും വ്യാഘ്രവും മറ്റു രാത്രിഞ്ചരരും വിഹരിക്കും കാനനെ രാമലക്ഷ്മണന്മാർ ജാനകിക്കൊപ്പം യാത്ര തുടർന്ന് ബഹുയോജന താണ്ടി. പങ്കേരുഹങ്ങൾ നിറഞ്ഞ പൊയ്കയിലെ ഭേഷജം പോലുള്ള തോയം കുടിച്ചവർ വൻതരുവിൻ കീഴെ വിശ്രമം കൊള്ളുമ്പോൾ കണ്ടൊരു കർപ്പൂര ഘോര രൂപം. പച്ചമാംസമേറെ ഭക്ഷിച്ചും കൊണ്ട് അട്ടഹാസത്തോടടുത്ത വിരാധനെ സത്വരം ബാണങ്ങളേറെ എയ്തപ്പോൾ പൃഥ്വിതലേ വീണു പിടഞ്ഞിതേ. പൃഥ്വിതലേ വീണങ്ങത്യയം പ്രാപിച്ച രക്ഷോകുലജാതനാകും വിരാധനിൽ നിന്നുത്ഭവിച്ചാൻ ദ്രുതമൊരുത്ത
ആ പുരുഷൻ ഭക്തിയാൽ രാമനോടിത്തമൻ ചൊല്ലി. ആര്യമാവിൻ ദീപ്തിയുള്ള ദേവാ നിൻ കാരുണ്യാംബുധിയിൽ പൂർവരൂപമാർജിച്ചേൻ. ഞാനൊരു ഗന്ധർവൻ ദുർവാസാമുനിയുടെ ശാപവചനത്താൽ രാക്ഷസനായവൻ. ഇന്ന് ഞാൻ ധന്യനായി കാകുൽസ്ഥാ രാഘവ. എന്നും നിന്നാനനമെന്നിൽ തെളിയേണം. സ്വർലോകം തന്നിൽ ഗമിക്കാൻ ക്ഷണം തന്നെ ഉൾക്കരുത്തേകണം ദേവാ. നമോസ്തുതേ.